നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർച്ചന അതിനൊന്നും ആതിരെ സമ്മതിക്കുന്നില്ലല്ലേ? അല്ല, എന്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് എന്തിനാ ചേച്ചിയുടെ സമ്മതമൊക്കെ? ഈ പോക്കാണെങ്കി കുളിപ്പിക്കാൻ മാത്രമല്ല, ഒന്ന് എടുക്കണമെങ്കിൽ പോലും അർച്ചനയുടെ സമ്മതം ആതിരയ്ക്ക് ചോദിക്കേണ്ടി വരും. ഞാൻ പോകുമ്പോഴേ ഇവിടെ ഒറ്റയ്ക്കായിരിക്കില്ല പോകുന്നത്. എന്റെ മോളും കാണും എന്റെ കൂടെ. എന്റെ മകളെ എന്നോടൊപ്പം വളർന്നാ മതി. എന്നിട്ട് ഇപ്പോ എന്റെ വീട്ടിലുള്ള കുഞ്ഞിനെ അതിന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയുടെ അടുത്തുകൊണ്ടാക്കാം. കാരണം എനിക്കിപ്പോ 1,00,000 രൂപയുടെ അത്യാവശ്യമുണ്ട്. അത് തരാൻ പറ്റില്ലെന്ന് മാഡം പറഞ്ഞു കഴിഞ്ഞു. ഇനി തരാം. താൻ ഇപ്പൊ പറഞ്ഞ ഭീഷണിയുടെ വിലയായി 1,00,000 രൂപ ഞാൻ തരും. പക്ഷേ എപ്പോഴും ഇത് താൻ പ്രതീക്ഷിക്കരുത്. എനിക്ക് അത്രയും അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ വന്ന് ചോദിച്ചത്. ഞാൻ മാഡത്തിന് ചെയ്ത ഉപകാരത്തിനുള്ള പ്രതിഫലത്തിന്റെ അഡ്വാൻസ് ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. അഡ്വാൻസോ? അപ്പോ ഇനിയും വന്ന് ചോദിക്കുന്നില്ലേ താനാ പറഞ്ഞതിന്റെ അർത്ഥം? മനുഷ്യന്റെ കാര്യമല്ലേ മാഡം, അത്യാവശ്യങ്ങൾ ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റുമോ? എന്നാ ശരി മാഡം. അവന്തയ്ക്ക് വേണ്ടി പുള്ളി എന്തുപകാരം ചെയ്ത കാര്യം അവൻ പറഞ്ഞത്. എന്തായാലും ജോലി അന്വേഷിച്ച് അയാൾ ഇവിടേക്ക് വന്നത് വെറുതെ അല്ല, അതറിയണമല്ലോ. എന്താ എന്തുപറ്റി? എന്തിനെങ്ങനെ മോള് കരയുന്നേ? അറിയില്ല ചേച്ചി. എന്താണ്, എന്തിനാ കരയണേ? ചിലപ്പോ കുളിപ്പിക്കാത്തോണ്ടാവും. ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കട്ടെ? കുളിപ്പിക്കട്ടേടാ. ഞാൻ കുളിപ്പിച്ചിട്ട് വരാവേ. അനഘേന്റെ മോക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടോ? നമുക്ക് എണ്ണ തേച്ചാലോ? ഒന്നുമില്ല. കരയണ്ട, നമുക്ക് കുളിക്കാട്ടോ. കുളിക്കാം. ഓ, കുളിക്കണ്ടേ നമുക്ക്? കുളിക്കണ്ടേ നമുക്ക്? നമുക്ക് കുളിച്ചാം. കുളിക്കാണോ നീ? കുളിക്കാൻ പോവാണോ? എന്താണ്? എന്താണ്? വെള്ളം ചൂടാക്കിയതല്ലേ എനിക്ക്? അതെ. അയ്യോ, ഇത് നല്ല ചൂടുണ്ടല്ലോ. കുറച്ച് ചൂടല്ലേ ഉള്ളൂ. ഇത് നിനക്ക് കുളിക്കാനല്ല, മോക്ക. നീ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചേ. സുന്ദരി മോളെ.
അച്ചു ചേച്ചി കുളിപ്പിക്കാൻ കൊണ്ടുപോയി. അതെന്താ, ആതിരക്കറിയില്ലേ കുഞ്ഞിനെ കുളിപ്പിക്കാൻ? അല്ല, അറിയാം. എങ്കിലും എനിക്ക് മനസ്സിലായി. അർച്ചന അതിനൊന്നും ആതിരെ സമ്മതിക്കുന്നില്ലല്ലേ? അല്ല, എന്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് എന്തിനാ ചേച്ചിയുടെ സമ്മതമൊക്കെ? ഈ പോക്കാണെങ്കി കുളിപ്പിക്കാൻ മാത്രമല്ല, ഒന്ന് എടുക്കണമെങ്കിൽ പോലും അർച്ചനയുടെ സമ്മതം ആതിരയ്ക്ക് ചോദിക്കേണ്ടി വരും. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നീ ഇത്ര നിസ്സാരമായിട്ട് കാണണ്ട. സംഭവം ആതിരയുടെ ചേച്ചിയൊക്കെയാണ് അർച്ചന. നിങ്ങൾ സഹോദരങ്ങൾക്കിടയില് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയുമല്ല. ആതിര പ്രസവിച്ച അന്നു മുതൽ ഞാൻ ശ്രദ്ധിക്കുക, അർച്ചനയ്ക്കിപ്പോ മറ്റൊരു ചിന്തയില്ല. സച്ചിയുടെ കാര്യം പോലും നോക്കാൻ സമയമില്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഭർത്താവിനെ മറന്നുവരെ കുഞ്ഞിന്റെ പുറകെ നടക്കുക അർച്ചന. എപ്പോഴും എടുത്തും കുളിപ്പിച്ചും മുരുക്കിയും ഉറക്കിയും ഒക്കെ അർച്ചന കുഞ്ഞിന്റെ കൂടെ തന്നെയുണ്ട്. ഇതെല്ലാം അർച്ചന ചെയ്യുന്നോണ്ട് ആതിരയ്ക്ക് ജോലിക്കുറവാണെന്ന് കരുതി ആശ്വസിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ആതിര അറിഞ്ഞിരിക്കണം. ഏതൊരു ബന്ധമായാലും ശരി, അതിലേറ്റവും പ്രധാനമായൊരു ബന്ധമാണ് ആത്മബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആത്മബന്ധം ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് അമ്മയോട് തന്നെയാ. ആതിരെ ഒന്ന് ഓർത്തു നോക്കിക്കേ, നീയും കുഞ്ഞും തമ്മിൽ അങ്ങനെ ഒരു മാതൃത്വത്തിന്റെ ആത്മബന്ധം ഉണ്ടോന്ന്? ഇല്ലെന്ന് എനിക്കറിയാം. കുഞ്ഞിന് ആ ബന്ധമുള്ളത് അർച്ചനയോടാ. അതുകൊണ്ടല്ലേ ആതിരയുടെ കയ്യിലിരുന്ന് കുഞ്ഞ് കരയുമ്പോ അർച്ചന വന്നെടുക്കുമ്പോ അത് കരച്ചിൽ നിർത്തുന്നത്. കുഞ്ഞുങ്ങളാവുമ്പോ കരയും, കരയണം. ആ കരച്ചിൽ നിർത്തേണ്ടത് അമ്മയല്ലേ? ഇവിടെ അത് വലിയമ്മയാണെന്ന് മാത്രം. അർച്ചന സ്വന്തം കുഞ്ഞായിട്ടാ ആതിരയുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും താലോലിക്കുന്നതും എല്ലാം. ഇന്നാള് വലിയ വായിൽ അർച്ചന പറയുന്നത് കേട്ടു, ഹോസ്പിറ്റലിൽ ആദ്യം കുഞ്ഞിനെ വാങ്ങിയത് അർച്ചനയാണെന്ന്. അതങ്ങനെ വെറുതെ കേട്ട് കളയേണ്ട കാര്യമല്ലത്. ആദ്യം വാങ്ങിയത് മുതൽ ഇപ്പൊ വരെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത് അമ്മയോടൊപ്പം അല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.